Hi students, today let us study the demographic profile of India, highlights of Indian population with reference to 2011 census. 2011 സെൻസസിനെ ആസ്പദമാക്കിയുള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കാണാൻ പോവുക. So we know that India is the second populous country in the world. It is 7th in land area, that is 2.4% of world land area, but 16.87 of world population. So India's population crossed 1 billion by 11th May 2000. And it is expected to reach 1.53 billion by 2050. Its annual growth rate was 1.19%. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയുടെ ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം നിങ്ങൾക്കറിയാം, ചൈനയാണ്. എന്നാൽ ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനം മാത്രമാണുള്ളത്. ലോകത്തിന്റെ ഭൂമിയുടെ ഭൂപ്രദേശത്തിന് 2.4% മാത്രമാണ് ഇന്ത്യക്ക് കൈവശമുള്ളത്. എന്നാൽ ഇന്ത്യ തീറ്റിക്കൂടുന്ന എത്ര പേരെ എന്നറിയാമോ? 16.87% ആളുകൾ ഇന്ത്യയിലുണ്ട്. 2000 മെയ് 11 ഇന്ത്യൻ ജനസംഖ്യ 100 കോടി പൂർത്തീകരിച്ച് അല്ലെങ്കിൽ പിന്നിട്ടത്. 2050 നമ്മൾ ഏകദേശം ഒരു 153 കോടി ജനം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ വാർഷിക ജനസംഖ്യ വളർച്ചാ നിരക്ക് 1.1% ആണ്, 1.19% ആണ്. ഇനി നമുക്ക് ഓരോ മേഖലയിലേക്കും വരാം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട. First one is the size and growth of population. According to 2011 census, India's population was 121 crores. ഇന്ത്യ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്, അല്ലെങ്കിൽ 1210 മില്യൺ എന്ന് പറയും. അതിന്റെ ദശവാർഷിക വർധനവ്, ഡെസിനിയൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 17.64%. 2001-2011 കാലഘട്ടത്തിലെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആണ്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 എസ്റ്റിമേറ്റഡ് മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഇയർ ഈസ് കോൾഡ് ക്രൂഡ് ബർത്ത് റേറ്റ്. വാട്ട് ഈസ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്? It is defined as the number of deaths per 1000 population per year in a given community, usually the mid-year population. നമ്മുടെ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ വളർച്ചയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. ഇപ്പൊ 2011 സെൻസസ് പ്രകാരം നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 22.1 ആണ്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.4 ആണ്. So the rate of growth of population is a function of birth rate and death rate. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡെത്ത് റേറ്റിനേക്കാൾ എത്ര കൂടുതലാണ് ബർത്ത് റേറ്റിലുള്ളത്, അതാണ് അവരുടെ ജനസംഖ്യ വർധനവ് തീരുമാനിക്കുന്നത്. The difference between the birth rate and death rate measures the growth rate of population. ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്.
നെക്സ്റ്റ് വൺ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്. ജനസാന്ദ്രത എന്ന് പറയും. എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ ഇന്ത്യ, ആസ് പെർ 1991 census, the density was 267. In 2011 it was 324, and 2011 it was 382. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 382. 2001 324, 91 267 ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ബീഹാറിലാണ്, 1102. ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശിലാണ്, 17. ഇതാണ് നമ്മുടെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ലൈഫ് എക്സ്പെക്ടൻസി. The number of years for which people of a country expect to live at the time of birth is the average life expectancy of that country. നമുക്കറിയാം എന്താണ് ജനശേഷം ഒരു വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെ? ഇപ്പൊ 2011 കണക്ക് പ്രകാരം നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 67.13 വർഷമാണ്. ഇനി സ്വാഭാവികമായും അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കേസിൽ പറയുകയാണെങ്കിൽ മെയിൽസിന് അത് 62.6, ഫീമെയിൽസിന് 64.2. എവിടെയും സ്ത്രീകളുടെ ആയുർദൈർഘ്യമാണ് കൂടുതൽ. Next one is the infant mortality rate. The infant mortality rate is calculated as a ratio of number of deaths among the 1,000 born children before they reach first birthday. ഒരു കുട്ടി ജനിച്ച് അവന്റെ ഒന്നാമത്തെ ബർത്ത്ഡേയിൽ എത്തുന്നതിന് മുമ്പായി 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്ന റേറ്റ് ആണ് ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 2011 കണക്ക് പ്രകാരം നമ്മുടെ ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 47.57 എന്ന് പറഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഏകദേശം 47.5 കുട്ടികൾ മരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ സെക്സ് റേഷ്യോ. എന്താണ് സെക്സ് റേഷ്യോ? It shows the number of females per 1,000 males. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ളതാണ് സെക്സ് റേഷ്യോ അർത്ഥമാക്കുക. 2001 സെൻസസ് പ്രകാരം അത് 933 ആയിരുന്നു. 2011 കണക്ക് പ്രകാരം അത് 940 ആണ്. സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളതാണ് കേരളത്തിലാണ്, 1084. ഏറ്റവും കുറവുള്ളത് ഹരിയാനയാണ്, 877. നെക്സ്റ്റ്, ലിറ്ററസി റേറ്റ്. The literacy rate has shown an increase from 65.38% in 2001 to 74.04% in 2011. നമുക്കറിയാം നമ്മുടെ ലിറ്ററസി റേറ്റ് വർദ്ധിക്കുകയാണ്, വർദ്ധന നിരക്കാണ് കാണിക്കുക. 2001 65.38% 2011 അത് 74.04% വർദ്ധിച്ചിട്ടുണ്ട്. അത് മെയിൽസിനെ കുറിച്ച് പറയുകയാണ്. മെയിലിൻ്റെത് 82.14%, ഫീമെയിലിൻ്റെത് 65.46%. പുരുഷന്മാരുടെ ലിറ്ററസി റേറ്റ് ആണ് എപ്പോഴും കൂടി നിൽക്കുന്നത്. ഇനി കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ ഹൈയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. അത് 93.91 2011 കണക്ക് പ്രകാരം. നെക്സ്റ്റ്, റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷൻ. The census of 1991 observed that the rural and urban population has 627 and 217 million respectively. 91 സെൻസസ് പ്രകാരം നമ്മുടെ റൂറൽ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 627 മില്യൺ റൂറൽ പോപ്പുലേഷനും 217 മില്യൺ
urban population. In 2001, the percentage of urban population in India was 31.16 and rural population 68.84%. 2011 കണക്ക് പ്രകാരം നമ്മുടെ റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന 68.84% റൂറൽ പോപ്പുലേഷൻ, 31.16% അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഏജ് കോമ്പോസിഷൻ. Usually the population of the country is divided into 3 groups. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. They are children. Children എന്ന് പറയുമ്പോൾ 0-14, 0-14 ഇടയിൽ പ്രായം വരുന്ന കുട്ടികളെ ചിൽഡ്രൻ എന്ന് പറയുക. അഡൽട്സ് 15-നും 59-നും ഇടയിൽ പ്രായമുള്ള അഡൽട്സ് എന്ന് പറയുക. ആൻഡ് ഓൾഡ് പീപ്പിൾ, അവർ 60-ന് മുകളിൽ പ്രായമുള്ളവരാണ്. 60-ന് മുകളിൽ പ്രായമുള്ളവരെ നമ്മൾ ഓൾഡ് പീപ്പിൾ എന്ന് പറയുക. According to 2011 census, the children in the age group of 0-14 accounted 29.1%. 2011 സെൻസസ് പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് 29.1%. അഡൽട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 65.4%. ബാക്കി വരുന്ന 5.5% പ്രായമുള്ള ആളുകൾ. അവസാനമായി ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. എന്താണ് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? The child sex ratio indicates the number of girls per 1,000 boys in the 0-6 age group. 0-നും 6-നും ഇടയിൽ പ്രായമുള്ള 1000 ബോയ്സിന് എത്ര ഗേൾസ് ഉണ്ട് എന്ന കണക്കാണ് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം അത് 914 ആണ്. 2001 സെൻസസ് പ്രകാരം അത് 927 ആണ്. അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് 959, ഏറ്റവും കുറവുള്ളത് 830. അപ്പൊ ഇതാണ് നമ്മുടെ 2011 ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.